അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്ന ഒരു കുട്ടിയെ എനിക്ക് കുറച്ച് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിട്ടോ. അത് ഞാൻ പറയണ്ടെന്ന് ഓർത്താണ്, എന്നാലും നമ്മൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. പുള്ളിക്കാരിയുടെ ഭർത്താവിൻ്റെ ബിസിനസ്സൊക്കെ മഹാമോശമായി, ഒരു ആക്സിഡൻറ്റ് പറ്റി, അതുപോലെ തന്നെ ഒരുപാട് കടങ്ങൾ വന്നു കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതല്ല കേട്ടോ കാരണം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരിനെ നല്ല ഇഷ്ടമുള്ള ആളും നല്ല കെയറിങ് ഉള്ള ആളുമാണ്. പക്ഷേ തെറ്റ് പുള്ളിക്കാരിയുടെ ഭാഗത്താട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജോലിക്കും മറ്റുമായിട്ട് പുറത്ത് പോകുമ്പോൾ ഒരു ടൈം പാസ്, വേറൊരു കാര്യമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ചാറ്റിങ്ങും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ, വേറെ ആരോ ആയിട്ട്. അപ്പോൾ അത് ഒരു വർഷത്തോളമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണോ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചിട്ടാട്ടോ കരഞ്ഞത്. അതേട്ടോ, തീർച്ചയായിട്ടും അത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അന്നേരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഓർമ്മ വന്നത്. റസൂലിൻ്റെ അടുക്കലേറെ ഒരു ആൾ വന്നിട്ട് പരാതി പറഞ്ഞു. അവർ 2 സഹോദരന്മാരാണ്. അതിൽ ഒരാൾ ഇൽമ് തേടി പോകുന്ന ആളും മറ്റേ ആൾ വീട്ട് ആവശ്യങ്ങൾക്കായിട്ട് ജോലി ചെയ്യാൻ പോകുന്ന ആളും കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമാണ് ജോലിക്കും മറ്റും റസൂൽ എന്നാണ് പരാതി പറഞ്ഞത്. അപ്പോൾ റസൂൽ ഇങ്ങനെ പറയുകയുണ്ടായി, നീ ജോലിക്കും മറ്റുമായിട്ട് പോകുമ്പോൾ നിൻ്റെ ജോലിയിലും മറ്റും റിസ്ക് വിശാലമായി കിട്ടാൻ കാരണം നിൻ്റെ ഈ ഇൽമ തേടി പോകുന്ന സഹോദരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെയാട്ടോ എനിക്ക് ഇവിടെയും പറയാനുള്ളത്. കാരണം നമ്മൾ ഭർത്താക്കന്മാരെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കുടുംബവും മക്കളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പുറത്തും ജോലിക്കും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ സമ്പത്തും ഒക്കെ നമ്മുടെ ഭർത്താവിന് മാത്രം വേണ്ടിയിട്ടുള്ളതാണെന്ന ചിന്തയിൽ കാത്തു സൂക്ഷിക്കേണ്ടവരാട്ടോ. അതിന് പകരമായിട്ട് നമ്മുടെ ടൈം പാസിനാണെങ്കിൽ പോലും, അപ്പോൾ ജസ്റ്റ് പറയേണ്ടായി ടൈം പാസിനാണെങ്കിൽ പോലും കൈകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരം കേട്ടോ. അതായത് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന കുറേ പേരുണ്ടാവും നമ്മുടെ ചുറ്റിനും. നമുക്കറിയാവുന്നവരിലേക്കാണെങ്കിലും ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അള്ളാഹുവിനോടുള്ള അടുപ്പം പോലിരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും ബർക്കത്തും. നമ്മൾ എത്രത്തോളം അള്ളാഹുവിൽ നിന്ന് അകന്ന് മോശം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നോ അത്രത്തോളം നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും മറ്റും കെട്ടുപോട്ടോ. നമുക്കിതുവഴി കിട്ടുന്നത് താൽക്കാലിക സുഖം മാത്രമാണ്. പക്ഷേ എന്നേക്കും നമ്മൾ നരകം റിസർവ് ചെയ്തു വെക്കുക കേട്ടോ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിന് ചെറുതായിട്ടൊരു മനസ്താപം, കുറ്റബോധം വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവുമായിട്ട് തൗബ ചെയ്ത് നമുക്ക് നമ്മുടെ പാപങ്ങൾ അള്ളാഹു താല പുറത്ത് തരുന്നതാട്ടോ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് അതിനുപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.